നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന ഉപകരണങ്ങളായി മാറുകയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ? കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള SCRT തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ നിഴലിക്കുന്ന ക്രൈസ്തവ വിരുദ്ധതയും ക്രൈസ്തവ അവഹേളനവും ഇസ്ലാം മതത്തെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും ചരിത്രത്തെ വക്രീകരിക്കുവാനുള്ള ഗൂഢ നീക്കങ്ങളും തുറന്നുകാട്ടിയുള്ള ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ ലേഖനം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. വ്യാപകമായ പ്രതിഷേധമാണ് പ്രസ്തുത പാഠപുസ്തകങ്ങൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ഒരു ജനതയെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് ആ ജനതയുടെ ചരിത്രത്തെ ഇല്ലാതാക്കാനാണ്. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു സർക്കാർ പാഠപുസ്തകങ്ങളിൽ ഇസ്ലാമിക വൽക്കരണവും. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്, ഒപ്പം റിട്ടയർഡ് അധ്യാപകൻ ഡോക്ടർ KM ഫ്രാൻസിസ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ടോം ഒലിക്കരോട്, ഇന്ന് ദീപിക ദിനപത്രത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം എഴുതിയ ഒരു ലേഖനം അങ്ങ് വായിച്ചു കാണുമല്ലോ. വളരെയധികം ആശങ്കയുണർത്തുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ചരിത്ര പഠനം ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഭാവിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ബോധം, സാമുദായിക ബോധം, സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ രൂപവൽക്കരിക്കുന്നതിൽ ചരിത്ര പഠനത്തിന് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ഇതിന്റെ ഒരു വെളിച്ചത്തിൽ ഇന്ന് പെരുന്തോട്ടം പിതാവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വസ്തുതകൾ ആശങ്ക ജനിപ്പിക്കുന്നതല്ലേ ഫാദർ ടോം ഒലിക്കരോട്? ജോർജി, താങ്ക് യു. തീർച്ചയായിട്ടും ആശങ്ക ജനിപ്പിക്കുന്നു എന്നതിലപ്പുറം അങ്ങേയറ്റം ഒരു സാമൂഹിക വിരുദ്ധ സ്വഭാവമുള്ള പ്രക്രിയയാണ് പാഠപുസ്തകങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഒക്കെ ചരിത്രത്തിൽ വിവിധ സമുദായങ്ങളുടെയും മതങ്ങളുടെയൊക്കെ ഭാഗധേയത്തെ വളച്ചൊടിക്കുന്നത് വഴി ചെയ്യുന്നു എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഈ ചരിത്രം അപനിർമ്മിക്കുകയും അത് വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്ന ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ, സ്വന്തമായിട്ട് നല്ലൊരു ചരിത്രം പറയാൻ അവകാശപ്പെടാൻ ഇല്ലാത്ത ആളുകളായിരിക്കും മറ്റുള്ളവരുടെ പ്രകാശപൂരിതമായ ചരിത്രങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുകയും അതിനെ വളച്ചൊടിക്കുകയും അങ്ങനെയുള്ള ചരിത്രങ്ങളെ ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലെ ഈ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകങ്ങൾ, അത് 7ാം ക്ലാസ്സിലേതും 9ാം ക്ലാസ്സിലേതും 11ാം ക്ലാസ്സിലേതുമായ പാഠപുസ്തകങ്ങളിൽ നിരന്തരമായി ഇങ്ങനെയുള്ള ചരിത്രത്തിന്റെ തമസ്കരണങ്ങൾ, വളച്ചൊടിക്കലുകൾ നമ്മൾ കാണുമ്പോൾ, ഇതിന്റെ പിറകിൽ സ്വന്തമായി ചരിത്രമില്ലാത്ത ചില ആളുകൾ തങ്ങളുടെ മോശപ്പെട്ട ചരിത്രത്തെ വെള്ളപൂശാനും മറ്റുള്ളവരുടെ സംഭാവനകളെയും ചരിത്രത്തിലെ ഇടപെടലുകളെയും മൂടിവെച്ച് തങ്ങൾ മെച്ചപ്പെട്ടവരാണെന്ന് സ്ഥാപിക്കാനുമുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം 2014 പരിഷ്കരിച്ചിറക്കിയതാണ്. 2022 ജൂൺ മാസത്തിലാണ് ദീപിക പത്രം ആദ്യമായിട്ട് കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ നിരയിൽ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ചാവറയച്ചന്റെ പേര് ഉൾപ്പെടുത്താത്തതിനെ ഒരു വസ്തുതാപരമായി ചൂണ്ടിക്കാട്ടുന്നത്. എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ചരിത്രം വളച്ചൊടിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അവർക്ക് അങ്ങനെ ലക്ഷ്യമുണ്ടല്ലോ. പക്ഷെ ഇത് കഴിഞ്ഞ 2014 മുതൽ 22 വരെയുള്ള 8 വർഷങ്ങൾ, ഈ 8 വർഷങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചു, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിപ്പിച്ചു. ന്യൂനപക്ഷത്തിന്റെ വിശ്വാസങ്ങളും സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടനാപരമായ അവകാശങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി മാത്രമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ഇത് പഠിപ്പിച്ചു. ആർക്കും, പഠിപ്പിച്ച അധ്യാപകർക്കും, ഇത് പഠിച്ച വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കോ ഇതിലൊരു തെറ്റുണ്ടെന്ന് ഇപ്പോൾ വരും മനസ്സിലാവുന്നില്ല. ഇപ്പൊ പെരുന്തോട്ടം പിതാവ് വളരെ പ്രസക്തമായി ലേഖനം എഴുതുമ്പോൾ ആണ് 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇങ്ങനെയുള്ള ചരിത്രത്തിന്റെ അധിനിവേശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ അപകടം, നമ്മുടെ ആശങ്ക, ചരിത്രം വളച്ചൊടിക്കുന്നവരെക്കാൾ തങ്ങളുടെ ചരിത്രം വളച്ചൊടിക്കപ്പെടുന്നതിനെ കുറിച്ചും, അങ്ങനെ വികലമാക്കപ്പെട്ട ഒരു ചരിത്രം തങ്ങളുടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചും
അതിന്റെ അപകടത്തെക്കുറിച്ചും ബോധമില്ലാത്ത ഈ ക്രൈസ്തവ സമുദായമാണ്. നമ്മൾ എന്തിനാണ് മതപരമായ സ്വാർത്ഥ ലക്ഷ്യമുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ സമുദായത്തിന്റെ കുറ്റകരമായ ഉറക്കത്തെയും നിസ്സംഗതയെയും കുറിച്ചാണ് നമ്മൾ ആകുലപ്പെടേണ്ടത്. പള്ളിവക സ്കൂളുകളിലല്ല ഇത് പഠിപ്പിച്ചത്. ഈ വികലമാക്കപ്പെട്ട ചരിത്രം ക്രൈസ്തവരാണ്, കത്തോലിക്കരാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇത് പഠിപ്പിച്ച ഒറ്റ അധ്യാപകർക്ക് ഇത് തെറ്റാണെന്ന് കഴിഞ്ഞ് 8 വർഷം തോന്നാതെ പോയത് എന്തേ? അപ്പോൾ നമ്മുടെ പള്ളിക്കൂടങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഇതൊരു ഉപജീവന മാർഗം മാത്രമാണ് അവർക്ക്. ഇത് വിശ്വാസത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും തങ്ങളുടെ ചരിത്രത്തെയും കൂടി അടുത്ത തലമുറയോട് സത്യസന്ധമായി പറയാനുള്ള ഒരു വേദിയാണെന്നുള്ള ഒരു ബോധ്യമോ അതിനാണ് അവർ നിയുക്തരായിരിക്കുന്നെന്നുള്ള ഒരു സ്നേഹമോ അവർക്കുണ്ടാവുന്നില്ല. നിർത്താണ് ഇത് നമ്മൾ വസ്തുതകളെ നമുക്കെതിരെ വളരെ ആസൂത്രിതമായി കരുനീക്കങ്ങൾ നടത്തുന്നവരെക്കാൾ ഇവിടെ വ്യക്തിപരമായി എന്നെ ആകുലപ്പെടുത്തുന്നത് ഉറക്കത്തിലായ നമ്മുടെ സമുദായത്തിന്റെ നിസ്സംഗതയെക്കുറിച്ചും അപകടകരമായ കുറ്റകരമായ നിസ്സംഗതയെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഓക്കെ ഫാദർ ടോം, ഒരു കാര്യം കൂടി വളരെ ഷോർട്ടായിട്ട് അങ്ങേക്ക് അത് അവതരിപ്പിക്കാം. അങ്ങ് പറഞ്ഞു പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ സംഭാവനകളെ തമസ്കരിക്കുന്നു, അത് വളച്ചൊടിക്കുന്നു. അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. അതിനേക്കാളൊക്കെ അതോടൊപ്പം തന്നെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. 11ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം, അതിൽ 104-ാമത്തെ പേജിനെ സംബന്ധിച്ച് പെരുന്തോട്ടം പിതാവ് എഴുതിയിരിക്കുന്ന പ്രസക്തമായ ഒരു പരാമർശമുണ്ട്. ഇസ്ലാം മത പഠന ക്ലാസ്സിലെ പാഠപുസ്തകം പോലെയാണ് ഈ ഭാഗത്തിന്റെ ഉള്ളടക്കം. അതായത് ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്നു, ഒപ്പം തന്നെ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമായ ഖുറാനെ കുറിച്ച് പറയുന്നു. മറ്റു മതങ്ങളെ കുറിച്ചോ മതഗ്രന്ഥങ്ങളെ കുറിച്ചോ ആ പാഠപുസ്തകങ്ങൾ ഉള്ള പോലെ ഒരു വിവരണങ്ങൾ ഒന്നുമില്ല. ഇതൊരു പൊതു പാഠപുസ്തകത്തിന് ചേർന്നതാണോ? ഒരു ഇസ്ലാം മത പഠനശാലയിലെ ഒരു ഗ്രന്ഥം പോലെ നമ്മുടെ ഒരു പൊതു പാഠപുസ്തകം മാറിത്തീരുന്നത് വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? വളരെ ഷോർട്ടായി ഫാദർ ടോം. ജോർജി, ഇതിങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഞാന് 7ാം ക്ലാസ്സിലെ പാഠപുസ്തക രചയിതാക്കളെ കുറിച്ച് ആ പുസ്തകത്തിന്റെ പുറം പേജിലുള്ള പേരുകൾ ഞാൻ നോക്കി. 17 പേരിൽ 7 പേരും ഇതിനെ നമ്മൾ പറയുന്നത് ഖുറാനും ഇസ്ലാമിക സംസ്കാരത്തെയും വിശ്വാസത്തെയും മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഇവിടുത്തെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഹൈന്ദവ മതത്തെയും സംസ്കാരത്തെയും അതുപോലെ ഇസ്ലാമിന് 7 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ വന്ന ക്രൈസ്തവ സംസ്കാരത്തെയും തികച്ചും തമസ്കരിക്കുന്നു എന്നുള്ളതിന്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പാഠപുസ്തക രചയിതാക്കൾ 17 പേരിൽ 7 പേര് മുസ്ലിം സമുദായമാണ്. ഇവിടെ ആകെ പേരുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാകെയുള്ള ഒരു വിൽഫ്രഡ് ജോൺ എന്ന് പറയുന്ന ഒരാളെ ക്രൈസ്തവ നാമം പോലും നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഈ പാഠപുസ്തക രചയിതാക്കൾ ബഹുഭൂരിപക്ഷവും ഇതേ സമുദായത്തിന്റെ ആളുകളെ കുത്തി നിറച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിദഗ്ധ സമിതി എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുള്ള 6-7 പേരുണ്ട്. അതിലൊരൊറ്റ ക്രൈസ്തവൻ പോലും ഇല്ല. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമാണ്. കേരളത്തിൽ ഇവർ സിനിമകളിലൂടെ എന്താണ് നടത്തുന്നത്? ഇതര സമുദായങ്ങളുടെ മലയാള സിനിമ ഇതിന്റെ മറ്റൊരു വകുപ്പാണ്. ക്രൈസ്തവ സംസ്കാരത്തെയും മതത്തെയും ആചാരങ്ങളെയും വിലക്ഷണമാക്കി ചിത്രീകരിക്കുകയും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലാതെ ചിത്രീകരിക്കുകയും എന്നാൽ ഇസ്ലാമികമായ ആചാരങ്ങളും അവരുടെ പ്രാർത്ഥന രീതികളും എല്ലാം ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണെന്നുള്ള രീതി ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒക്കെ തുടർച്ചയാണ്. ഇതൊരു ഒരേ ടാർഗറ്റ്, ഒരു ലക്ഷ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ഫാദർ ടോം. ഡോക്ടർ കെ എം ഫ്രാൻസിസ്, അങ്ങ് ഒരു അധ്യാപകനാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പെരുന്തോട്ടം പിതാവിന്റെ ആ ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത്. ചില ഭാഗങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ അങ്ങയുടെ മുന്നിൽ വളരെ പെട്ടെന്ന് ഞാൻ അവതരിപ്പിക്കുക. ഒന്ന്, ഹാഗിയ സോഫിയ ദേവാലയത്തെ കുറിച്ച്. നമുക്കറിയാം ഹാഗിയ സോഫിയക്ക് വ്യക്തമായ ഒരു ചരിത്രമുണ്ട്. പക്ഷേ 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ 1ാം ഭാഗം ആരംഭിക്കുന്നത് ഹാഗിയ സോഫിയയുടെ ചരിത്രത്തോടു കൂടിയാണ്. അതൊരു വെറും മ്യൂസിയം മാത്രമായി അത് അവതരിപ്പിക്കുന്നു. അതൊരു ക്രൈസ്തവ ദേവാലയമായിരുന്നെന്നോ അത് എങ്ങനെയാണ് ഒരു മുസ്ലിം ദേവാലയമാക്കി ചിലർ മാറ്റിയെടുത്തത് എന്നതിനെ പറ്റി ഒന്നും പരാമർശമില്ല. പിന്നീട് കുരിശുയുദ്ധങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾ നടത്തുന്ന കടന്നാക്രമണം എന്ന രീതിയിൽ കുരിശുയുദ്ധങ്ങളെ അവതരിപ്പിക്കുന്നു. വിശുദ്ധ സ്ഥലങ്ങൾ കയ്യേറാൻ വന്ന ഈ തീവ്രവാദ സ്വഭാവമുള്ളവർക്കെതിരെ നടത്തിയ യുദ്ധം എന്നൊന്നും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഇത് ഈ പാഠപുസ്തകം, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ പാഠപുസ്തകം തയ്യാറാക്കുന്നത് വളരെ പരിണിത പ്രജ്ഞരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? യാദൃശികമായി സംഭവിക്കുന്നതാണോ? ചില നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ഇത്തരം പാഠപുസ്തക
രചനയിലേക്ക് ചിലർ കടക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾ, മുസ്ലിം മതത്തെ വൽക്കരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കടന്നുകൂടുന്നത്? ഡോക്ടർ കെ എം ഫ്രാൻസിസ്. തീർച്ചയായിട്ടും ഒരു 10-50 വർഷത്തെ ഒരു അജണ്ട ഇതിന്റെ പിറകിലുണ്ട്. നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാം, ഓരോ പ്രാവശ്യവും ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് തീരുമാനിക്കുന്നതിൽ സാമുദായിക പരിഗണന മിക്കപ്പോഴും മുസ്ലിം സമുദായത്തിനാണ് റിസർവ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ പരിശോധിച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയി മാറ്റിയ പോലെയാണ്. എന്നാൽ അതില് ആരംഭിച്ചിട്ടുള്ള എല്ലാ കോളേജുകളും ക്രൈസ്തവരുടേതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അപജയത്തിന് ഈ ചരിത്രത്തെ ഇത്ര കൃത്യമായി വളച്ചൊടിച്ചതിന്റെ പിറകില് ദീർഘകാലത്തെ ഒരു ശ്രമം നമുക്ക് കാണാം. ഇപ്പോ ഈ ഹാഗിയ സോഫിയയുടെ വിഷയത്തില് അത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്, ഈ പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഇതൊരു മ്യൂസിയമാണ് എന്നാണ്. അത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. തീർച്ചയായും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാല് കേരളത്തില് ഈ ഏറ്റവും കൂടുതൽ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഡിസൈനിങ്, ചിത്രരചന. സ്കൂളുകളിൽ നിന്ന് ചിത്രരചന എന്ന് പറയുന്ന ക്ലാസ് തന്നെ, അധ്യാപനം തന്നെ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ക്രമേണ എടുത്തു കളഞ്ഞു. കാരണം അത് ഹറാമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങള് ഇതിന്റെ അകത്തുകൂടെ ചെയ്തു വരുന്നതുണ്ട്. ഇതിനെ നമ്മുടെ സഭേനെ മാത്രമല്ല കുറ്റപ്പെടുത്തേണ്ടത്. കാരണം ചിത്രരചന എന്ന് പറയുന്ന ആ കഴിവിനെ പാഠ്യപദ്ധതിയിൽ നിന്ന് എടുത്തു കളഞ്ഞാല് ഇത് ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരള സമൂഹത്തിന്റെ, ഇന്ത്യൻ സമൂഹത്തിന്റെയും പ്രശ്നമാണ്. അപ്പൊ ഇതുപോലെ അതിന്റെ കാരണം ജനങ്ങളുടെ ഭാഗത്തെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാഷ്ട്രീയ അധികാരികളെ അന്ധമായി വിശ്വസിക്കുന്ന, അവർക്ക് അറിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനം ഇവിടെയുള്ളതാണ് ഇവർക്ക് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുള്ള കാരണം. ഇപ്പൊ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ കാലത്തും ഇപ്പൊ CPM-ന്റെ കാലത്തും പുറത്തേക്ക് സെക്യുലർ ആണെന്നൊക്കെ ഭാവിക്കുന്നുണ്ടെങ്കിലും അകത്ത് നടക്കുന്നത് മുഴുവൻ കൃത്യം അജണ്ടയോട് കൂടിയ ഒരു പ്രവർത്തനമാണ്. അപ്പൊ ഞാനൊരു പ്രത്യേക കാര്യം, ഈ പെരുന്തോട്ടം പിതാവിന്റെ ഈ ലേഖനത്തെ അത് കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ ഇപ്പോ ചർച്ച ചെയ്യാനായിട്ട് ഒരു കേരള സ്കൂൾ പാഠ്യപദ്ധതിയെ കുറിച്ചുള്ള ഒരു ചർച്ചാ രേഖ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ 13-ാം അധ്യായത്തിലെ 3-ാം ഖണ്ഡിക സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കണം. അപ്പൊ അതിൽ എഴുതിയിരിക്കുകയാണ്, ഇന്ത്യയുടെ ചരിത്രം എങ്ങനെ പുരോഗമിച്ചു. പ്രാകൃത കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യയെ ഈ വികസനത്തിലേക്ക് നയിച്ചത് മുഗൾ ഭരണത്തിന് മുൻപും ശേഷവുമുള്ള ഇസ്ലാമിക ഭരണമാണ് എന്ന കാര്യം ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും സംഭാവനകളുണ്ട്. പിന്നെ വേറെ കുറെ വൈദേശിക മതങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ള പരിഷ്കാരങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്ര കൃത്യമായിട്ടാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇസ്ലാമാണ് മുഗൾ ഭരണത്തിന് മുൻപും ശേഷവും ഇവിടെയെല്ലാം സാംസ്കാരികമായ വളർച്ച സംഭാവന ചെയ്തിട്ടുള്ളതെന്ന്. ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമായിട്ട് കാണരുത്. ഇത് സമൂഹത്തിന്റെ ഈ ചരിത്രത്തെ വളച്ചൊടിച്ച് ഇന്ത്യൻ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. പിന്നെ കുരിശുയുദ്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ചരിത്രകാരന്മാര്, ഇന്ത്യൻ ചരിത്രകാരന്മാര് ചെയ്തിട്ടുള്ള വലിയ ഒരു തെറ്റുണ്ട്. അതായത് അറബികളുടെ കോളനിയായിരുന്നു ഇന്ത്യ. ആ കാര്യം ഒരിക്കലും സൂചിപ്പിക്കുന്നില്ല. കുരിശുയുദ്ധത്തിന്റെ പശ്ചാത്തലം എവിടെ നിന്നാണ് എന്ന് ആരും അന്വേഷിക്കുന്നില്ല. അത് ചരിത്രകാരന്മാര് ചെയ്തു വെച്ചിട്ടുള്ള ഒരു തെറ്റാണ്. അതായത് 7-ാം നൂറ്റാണ്ടിന് ശേഷം പോർച്ചുഗലും സ്പെയിനും ഐബീരിയൻ പെനിൻസുല അത് അറബികളുടെ കോളനികളാക്കി മാറ്റി. അങ്ങനെ 500 വർഷത്തെ അടിമത്തത്തിന് ശേഷം, 500-700 വർഷത്തെ അടിമത്തത്തിന് ശേഷമാണ് വാളും ഖുറാനുമായി ഐബീരിയൻ പെനിൻസുലയെ അറബികൾ കീഴടക്കിയപ്പോ
അവിടെയുള്ള ജനത കുരിശും വാളുമായി അവിടുത്തെ ജനതയാണ് അവർക്കെതിരെ പോരാടിയത്. അങ്ങനെ പോർച്ചുഗലിലാണ് ആദ്യമായിട്ട് അറേബ്യൻ കോളനികൾക്ക് വീഴ്ച വരുന്നത്. അപ്പൊ അതുപോലെ പോർച്ചുഗലും സ്പെയിനും അറേബ്യൻ കോളനി ആയിരുന്ന പോലെ ഇന്ത്യയും അറബികളുടെ ഒരു കോളനിയായിരുന്നു. അപ്പൊ അത്തരം ഒരു കാര്യത്തെ തമസ്കരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇസ്ലാം മതമാണ് സാംസ്കാരികമായി ഇന്ത്യയെ പ്രാകൃതാവസ്ഥയിൽ നിന്ന് സാംസ്കാരികാവസ്ഥയിലേക്ക് നയിച്ചതെന്ന് എഴുതാൻ മാത്രം ധൈര്യം ഈ CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസും ഈ പാർട്ടികളൊക്കെ ഭരിക്കുന്ന ഈ സ്ഥലത്ത് അനുവദിച്ചു എന്ന് പറയുന്നതിൽ തന്നെ ലജ്ജ തോന്നുകയാണ്. ഒപ്പം ഡോക്ടർ കെ എം ഫ്രാൻസിസ്, ഒരു കാര്യം കൂടി, ഈ സ്വന്തം മതത്തെ മഹത്വവൽക്കരിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൂടെ? എന്തുകൊണ്ടാണ് നാനാജാതി മതസ്ഥരായ കുട്ടികൾ പഠിക്കുന്ന ഒരു പൊതു പാഠപുസ്തകത്തിൽ തങ്ങളുടെ മതത്തിന്റെ ചിന്തകൾ അവർ കുത്തി നിറയ്ക്കുന്നത്, ഒപ്പം ഇതര മതങ്ങളെ അവഹേളിക്കുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ്? ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ, അതായത് ഇവരെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. മറ്റു മതവിഭാഗങ്ങളും സമൂഹങ്ങളും ഐക്യമില്ലാതെ നിലനിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യം തന്നെ പറഞ്ഞാല് നമ്മുടെ പ്രയോറിറ്റീസ്, അതായത് മുൻഗണനകൾ മാറിപ്പോയി. ആ മുൻഗണനകൾ മാറിപ്പോയിട്ട് നിസ്സാര കാര്യത്തിന്റെ പേരിൽ പരസ്പരം വഴക്കടിച്ച് നമ്മള് നിൽക്കുകയാണ്. അതിന്റെ പിറകില് ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. അങ്ങനെ വഴക്കടിച്ച് നിൽക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തില് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാം മതം ഒറ്റക്കെട്ടാണ്. അവര് എത്ര വിവിധ വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ അവർ ഏകമാണ്. ആ ശക്തിയാണ് അവർക്ക് എല്ലാ പാർട്ടികളെയും ചൂണ്ടുവിരലിൽ നിർത്തി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് രാഷ്ട്രീയക്കാര് തന്നെ ഒരു മാനസാന്തരത്തിന് വിധേയമായില്ലെങ്കിൽ കേരളം ഇല്ലാതായി പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഫാദർ ടോം, നേരത്തെ കെ ഫ്രാൻസിസ് സാർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഓൾറെഡി ഒരു ഐക്യമില്ലാതെ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം, ഒപ്പം തന്നെ ഒരു സമുദായ ബോധം നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ, പല യുവജനങ്ങൾക്കിടയിലും കുഞ്ഞുങ്ങൾക്കിടയിലും ഇല്ല. ഞാൻ നേരത്തെ അങ്ങയോടുള്ള ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞു, ഒരു ചരിത്ര പഠനം ഒരു വ്യക്തിയുടെ ഒരു സാമുദായിക ബോധം രൂപവൽക്കരിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ വന്ന വഴി മറക്കരുത് എന്നൊക്കെ. നമ്മുടെ കുട്ടികളൊക്കെ അവർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾ, ക്രൈസ്തവർ ഈ രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് അവരിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു സമുദായ ബോധമില്ലാതെ ഒരു സമുദായവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിർവികാരമായി പ്രതികരിക്കുന്ന ഒരു തലമുറയെ, പ്രത്യേകിച്ച് മുസ്ലിം ഇതര സമുദായത്തിൽപ്പെട്ട ഒരു തലമുറയെ രൂപവൽക്കരിക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിന് പിന്നിൽ നാം സംശയിക്കേണ്ടതുണ്ടോ ഫാദർ ടോം? ജോർജ്, ഇതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം, സമുദായത്തോടോ ഏതെങ്കിലും മതത്തോടോ ഉള്ള ഒരു തീവ്രത എന്ന് പറയുമ്പോൾ അതൊരു വർഗീയ നിലപാടിലേക്ക് പോകും. ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഒരിടത്തും അങ്ങനെ ഒരു തീവ്ര സ്വഭാവം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. മറിച്ച് സത്യത്തോടുള്ള ഒരു തുറവിയാണ് മതങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സത്യത്തോട് തുറവിയുള്ളവരായി, ആഭിമുഖ്യമുള്ളവരായി ഒരു തലമുറ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. കുരിശുയുദ്ധങ്ങളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോഴും അന്നും കുരിശുയുദ്ധം ഏതോ മഹാപരാധമാകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. കുരിശുയുദ്ധത്തിന്റെ പിറകിലെ സത്യവും ചരിത്രവും ഇന്നും കേരളത്തിലെ 90% ക്രൈസ്തവർക്കും അറിയാതെ നമ്മൾ, അല്ലെങ്കിൽ യൂറോപ്പിലെ സഭ ഏതോ കാലത്ത് ചെയ്ത പാതകം എന്നോണം ഇന്ന് ഓർത്തിരിക്കുകയാണ്. കുരിശുയുദ്ധം ഇല്ലായിരുന്നെങ്കിൽ ഇന്നുള്ളത്ര പോലും മിഡിൽ ഈസ്റ്റിലോ പലസ്തീനയിലോ യൂറോപ്പിലോ ക്രൈസ്തവർ ഉണ്ടാകുമായിരുന്നില്ല. കൊന്നോ പലായനം ചെയ്തോ കപ്പം കൊടുത്തോ ആ തലമുറകൾ മുഴുവൻ നശിച്ചു പോയാണ്. കുരിശുയുദ്ധങ്ങളെ അതിജീവനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളായി വസ്തുതാപരമായി അവതരിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ലെന്നുള്ള സത്യമാണ്. ഇനി ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ ചെറു ക്ലാസ്സിൽ ഇതേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് മഹാനായ ടിപ്പു സുൽത്താനെ കുറിച്ചും 1921 മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. ആരാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്?
അങ്ങനെയൊക്കെ പഠിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ടിപ്പുവിന്റെ മതവെറി നിറഞ്ഞ പടയോട്ടം എന്ന് പഠിച്ചതിനെ ഓർത്ത് ഞാൻ ഇന്ന് ലജ്ജിക്കുകയാണ്. ഇത് സത്യമായ ചരിത്രം നമ്മുടെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, കൊന്നൊടുക്കിയ ക്രൈസ്തവരുടെയും തകർത്ത് കളഞ്ഞ ദേവാലയങ്ങളുടെയും ചരിത്രം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ചരിത്രത്തെ വസ്തുതയോടുകൂടി അവതരിപ്പിക്കുകയും ചരിത്രത്തോട് നടത്തുന്ന ഇത്തരം പാതകങ്ങളെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 11ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ യൂറോപ്പിലെ സ്ത്രീകളുടെ നിലവാര തകർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. 4ാം നൂറ്റാണ്ടിൽ അഗസ്റ്റിന് മുമ്പുള്ള കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ക്രൈസ്തവ സംസ്കാരം എത്തുന്നതിന് മുൻപ് ആ കാലത്ത് പാഗൻ മതത്തിൽ ജീവിച്ചിരുന്നവരെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം വളച്ചൊടിച്ചിട്ടാണ് യൂറോപ്പിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലുമായിരുന്നു. സ്ത്രീയെ കൃഷിയിടമായി കണക്കാക്കണ വേദഗ്രന്ഥമുള്ള ആളുകളാണിത് യൂറോപ്പിലെ സ്ത്രീകളുടെ നിലവാര തകർച്ചയെ കുറിച്ച് പറയണത്. ഇനി മറ്റൊരു വിഷയം, യൂറോപ്പിലെ സ്ത്രീകളുടെ നിലവാര തകർച്ച പറയുമ്പോൾ ഇറാനിൽ എന്തിനാണ് പെൺകുട്ടികൾ ഇപ്പോഴും തെരുവിൽ കിടക്കണത് എന്നുള്ളത് തമസ്കരിക്കപ്പെടുന്ന ഒരു മാധ്യമങ്ങൾക്ക് ഒരിടത്ത് അത് ചർച്ചയാവുന്നില്ല. അപ്പൊ നിരന്തരമായി ഇങ്ങനെയുള്ള നുണകളെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിരോധിക്കാൻ പൊതുസമൂഹത്തിന് പറ്റുന്നില്ല. ഇത് വളരെ പ്രസക്തമാണ്. ഫ്രാൻസിസ് പറഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വിഷയമല്ല, ഇത് മാനവികതയുടെ വിഷയമാണ്. മാനവികതയുടെ വിഷയമാണ്. ഇപ്പോൾ ഇന്ന് പത്രത്തിൽ വായിച്ചു, പോർച്ചുഗലിന്റെ പതാക കെട്ടുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സമസ്തയുടെ പത്രക്കുറിപ്പും വാർത്തയൊക്കെ. അതിൽ പറയുന്നത് പോർച്ചുഗീസ് അതിക്രമം കേരളത്തോട് ചെയ്തവരാണെന്നാണ്. പോർച്ചുഗീസുകാർ വരുന്ന 15ാം നൂറ്റാണ്ടിലാണല്ലോ, 16ാം നൂറ്റാണ്ടിലാണ്. അതിനു മുമ്പ് ആരായിരുന്നു കേരളത്തിൽ 7ാം നൂറ്റാണ്ട് മുതൽ? അറബികളായിരുന്നു. അറബികൾ നടത്തിയ കൊടും ചൂഷണങ്ങളെയും ഇവിടെ നിന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയ സുഗന്ധദ്രവ്യങ്ങളുടെയും കണക്കുകൾ ചരിത്രം ആരും പറയുന്നില്ല. പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് അവർ കച്ചവടം നടത്തിയെങ്കിൽ വിദ്യാഭ്യാസവും സംസ്കാര ബോധവും എന്തിന് അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്കും അവർ മുന്നിട്ടിറങ്ങുകയും ഭ്രാന്താലയത്തെ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറ്റുന്നതിൽ മിഷണറിമാർ ശ്രദ്ധേയമായ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അറബികൾ 7ാം നൂറ്റാണ്ട് മുതൽ നടത്തിയ ചൂഷണങ്ങൾ അവർ ഈ നാടിന് എന്ത് സംഭാവനയാണ് ചെയ്തത്? അപ്പൊ ഇത് ഇങ്ങനെ ക്രൈസ്തവ സംസ്കാരത്തെ അധിക്ഷേപിക്കുകയും ചെറുതാക്കി കാട്ടുകയും ചെയ്തുകൊണ്ട് സ്വയം വലുതാകുന്ന, നുണ പറഞ്ഞ് വലുതാകുന്ന അപകടകരമായ പ്രവണത ക്രൈസ്തവരുടെ മാത്രം വിഷയമല്ല, മാനവികതയ്ക്ക് നേരെ നടത്തുന്ന, പൊതുസമൂഹത്തോട് നടത്തുന്ന അതിക്രമമാണ്. അതിന് കൂട്ടുനിൽക്കുന്നവർ, രാഷ്ട്രീയ നേതൃത്വമാവട്ടെ സാമുദായിക നേതൃത്വമാവട്ടെ, അവർ ചരിത്രത്തോട് കണക്ക് പറയേണ്ടി വരും. ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഹേഗലിൻ്റെതാണ് എന്നാണ് എന്റെ വിചാരം. വിഖ്യാതമായ ഒരു വാചകമുണ്ട്, ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നാം ഒന്നും പഠിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രൈസ്തവ സമൂഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. കുരിശുയുദ്ധങ്ങളിൽ അറബികൾ എങ്ങനെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഹഗിയ സോഫിയ മ്യൂസിയം എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, ക്രൈസ്തവ കലയുടെയും സംസ്കാരത്തിന്റെയും സമ്മോഹന അടയാളമായിരുന്ന ഹഗിയ സോഫിയ അടക്കം കോൺസ്റ്റാന്റിനോപ്പിൾ എങ്ങനെയാണ് അറബികൾ കീഴടക്കിയത്? ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിലെ അന്തഛിദ്രം കൊണ്ടാണ്. അതേ അന്തഛിദ്രം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ 21ാം നൂറ്റാണ്ടിൽ കേരള സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സുറിയാനിക്കാരെന്നും ലത്തീൻകാരെന്നും മലങ്കരക്കാരെന്നും ഓർത്തഡോക്സുകാരെന്നും പറഞ്ഞ് വിഭജിക്കുകയും ഒരു പൊതു ലക്ഷ്യം സംസ്കാരം, പൈതൃകം, വിശ്വാസം, സത്യം അറിയിക്കണമെന്നുള്ള പൊതു ലക്ഷ്യമില്ലാതെ പോവുകയും സ്വാർത്ഥമോഹികളായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വലയിൽപ്പെടുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ നമ്മുടെ ചരിത്രം പോലും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒപ്പം തന്നെ ഫാദർ ടോം ഒരു കാര്യം കൂടി നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പാഠപുസ്തകങ്ങളിലെ ഇസ്ലാമിക വൽക്കരണം ഒക്കെ നാം ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായ ഒരു വിഷയമാണ് ഈ യുവജനോത്സവത്തിലെ ഖുറാൻ പാരായണം. ആ വാർത്തയ്ക്കിടയിൽ പലരും കമന്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ബൈബിൾ പാരായണവും രാമായണ പാരായണവും ഒക്കെ നമ്മുടെ യുവജനോത്സവത്തിൽ ഉൾക്കൊള്ളിക്കണം എന്നത് വളരെ പച്ചയായി ഈ ഒരു വർഗീയവൽക്കരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ നമ്മൾ ഈ പാഠപുസ്തകത്തിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതുകൂടി നാം ഒന്ന് പരാമർശിക്കേണ്ടതല്ലേ ഫാദർ ടോം? ജോർജി, വളരെ പ്രസക്തമായ കാര്യമാണ്. ഫ്രാൻസിസ് സാർ ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു, നമ്മുടെ ചിത്രകലാ അധ്യാപകർ ഇല്ലാതായി പോയി. ചിത്രകലാ അധ്യാപകർ മാത്രമല്ല, മ്യൂസിക്, സംഗീത അധ്യാപകരുണ്ടോ ഇപ്പൊ സ്കൂളുകളിൽ? സംഗീത ഹറാമാണല്ലോ, സംഗീത അധ്യാപകരുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അധിനിവേശങ്ങൾ, ഖുറാൻ പാരായണം വെക്കുന്നു,
അതേ സമയത്ത് രാമായണവും ബൈബിളിനും യാതൊരു പ്രസക്തി ഇല്ലാതാവുമ്പോൾ ഇതെന്തോ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആസൂത്രിതമായി ഘട്ടം ഘട്ടമായി കഴിഞ്ഞ 50 വർഷം എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ് നടപ്പിലാക്കുകയും എണ്ണപ്പണത്തിന്റെ ഗൾഫ് ബൂമിന് ശേഷമുള്ള എണ്ണപ്പണത്തിന്റെ ബലത്തിൽ ഇത് വളരെ കൃത്യമായി ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഏറ്റവും ആദ്യം അറിയുകയും ഇത് പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ശ്രദ്ധയിൽ എത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അധ്യാപകരാണ്. നമ്മൾ ആരും സ്കൂളുമായി ഡയറക്റ്റ് ബന്ധപ്പെടുന്നില്ല. യുവജന സമൂഹത്തിൽ ഏതൊക്കെയാണ് കാര്യങ്ങളുള്ള നമുക്കറിയില്ല. പക്ഷേ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക്, കോർപ്പറേറ്റ് സ്കൂളുകളിലെ കോളേജ് അധ്യാപകർക്ക് ചരിത്രപരമായ ഒരു കടമയുണ്ടായിരുന്നു ഈ അധിനിവേശങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പൊതുസമൂഹത്തിന്റെ സമുദായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇതൊന്നും ചെയ്യാതെ തികഞ്ഞ നിർവികാരതയോടുകൂടി നിസ്സംഗതയോട് കടന്നു പോവുകയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെറും ഉപജീവന മാർഗം മാത്രം തേടുന്നവരുടേതായി മാറിയതിന്റെ പരിണിത ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ജാഗ്രത, നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ, മാനവികത തന്നെ നുണപ്രചരണങ്ങളിലൂടെ അപകടത്തിലാവുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കാണ് ആവശ്യം. ഇത് ഒരുമിച്ച് നിൽക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമായ അവസാനത്തെ ചാൻസ് ആണ്. ഇപ്പൊ കമന്റ് ഇട്ടു, ഖുർആൻ പാരായണം വേണം, രാമായണ പാരായണം വേണം. അത് കമന്റ് ബോക്സിന്റെ അടിയിൽ കിടന്നുകൊണ്ട് ഇത് മത്സരീനമായി അടുത്ത കൊല്ലം വരില്ല. അത് കേരള ഹൈക്കോടതിയിലോ ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിലോ ഒരു ഹർജിയായി പരാതിയായി ചെന്നാലേ നടപടികൾ ഉണ്ടാവുള്ളൂ. അതിനുള്ള ആർജവത്വമാണ് ഈ സമുദായം. ഇനി ജനാധിപത്യ മൂല്യങ്ങൾ ഇവിടെ ഇതര മതസ്ഥർക്ക് പണക്കൊഴുപ്പിന്റെ ആധിപത്യത്തിൽ പെടാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾക്ക് പ്രതികരണ ശേഷി ഉണ്ടായേ തീരൂ. അങ്ങനെയുള്ള ഒരു എന്താണ് പറയേണ്ടത്, ഏറ്റവും നിർണായകമായ ഒരു ചരിത്രത്തിലാണ്, കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ വ്യക്തമാണ്. ഡോക്ടർ കെ എം ഫ്രാൻസിസ്, ഫാദർ ടോം പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യമാണ് അങ്ങയോട് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ അവഹേളനം, ചരിത്രത്തെ തമസ്കരിക്കുന്നു, ചില നുണകൾ പടച്ചുവിടുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നാം ചർച്ചകൾ നടത്തുന്നത് വളരെ നല്ല കാര്യം. എന്നാൽ ഒരു ക്രിയാത്മകമായ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഇതിൽ സംഭവിക്കണമെങ്കിൽ ഫാദർ ടോം പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടികൾ, ഈ പാഠപുസ്തകങ്ങൾ നിരോധിക്കുക, ആ തരത്തിലേക്കൊക്കെ ക്രൈസ്തവ നേതൃത്വം, ഒപ്പം തന്നെ ഇത്തരം പരാമർശങ്ങൾ തിരുത്താനുള്ള ഒരു സമ്മർദ്ദം നമ്മുടെ രാഷ്ട്രീയ ഭരണകൂട നേതൃത്വങ്ങളിന്മേൽ ചെലുത്തുവാൻ ക്രൈസ്തവ നേതൃത്വങ്ങൾക്ക്, സഭാ നേതൃത്വങ്ങൾക്കൊക്കെ വളരെ വലിയൊരു ഉത്തരവാദിത്വവും കടമയുമില്ലേ ഡോക്ടർ കെ എം ഫ്രാൻസിസ്? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ പാഠപുസ്തക പരിഷ്കരണ ഈ രേഖ സമൂഹത്തില് ചർച്ച ചെയ്യാനായിട്ട് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള രേഖയിലെ 13-ാം അധ്യായത്തിലെ 3-ാം ഖണ്ഡികയാണ് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തന്നത്. ആ ഒറ്റ പാരഗ്രാഫ് കൊണ്ട് തന്നെ ഇതിന്റെ മുഴുവൻ അന്തസത്തയും ലക്ഷ്യവും അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പൊ ഈ ചർച്ച ചെയ്യപ്പെടുന്ന സ്കൂളുകളില് വ്യക്തമായ മാനവികതാ ബോധവും രാഷ്ട്രീയ ജനാധിപത്യ ബോധവും ഉള്ളവര് ഒരു മറുപടിയും ഇതിൽ കൊടുക്കാൻ പറ്റാത്ത വിധം അതിനെ ഈ രേഖ തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഏറെ ദുഃഖകരം, ഈ ഒരു രേഖയുടെ ഇത്തരം തെറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന പോലുമില്ല. അതേസമയം തന്നെ പല സ്കൂളുകളിലും ഞാൻ മനസ്സിലാക്കിയത്, ചില മതവിഭാഗത്തിന്റെ കുട്ടികള് ഞങ്ങൾക്ക് ഇവിടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു മുറി തരണം എന്നൊക്കെ സംഘടിതമായി എഴുതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ചിലര് വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യുവജന സംഘടനകളും അൽമായ സംഘടനകളും ഇത്തരം ഒരു കാര്യത്തില് ശ്രദ്ധ കൊടുത്ത് സർക്കാരിന്റെ മുന്നിലെത്തിക്കാനും കോടതിയിലെത്തിക്കാനും ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ഒരു തെളിവാണ്. വേറൊരു കാര്യം, ഈ പാഠപുസ്തക രേഖയെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പെരുന്തോട്ടം പിതാവിന്റെ ലേഖനത്തില് ആ തെറ്റുകള് ചൂണ്ടിക്കാണിച്ചത് തിരുത്താനുള്ള അവസരമാണിപ്പോ. ഈ കാരണം മറ്റു പല പാഠപുസ്തകത്തിലും 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒക്കെ ആദ്യം പുസ്തകം എഴുതിയത് ഒമർ ഖയ്യാമാണെന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ അറബി അക്കങ്ങൾ ശരിക്ക് ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം,
ഇന്ത്യയിൽ നിന്നാണ് ഈ അക്കങ്ങള് 1 തൊട്ട് 0 തൊട്ട് 9 വരെയുള്ള അക്കങ്ങൾ അറബികൾ വഴി യൂറോപ്പിലെത്തിയതാണ്. അല്ലാതെ ഇത് അറബികൾ കണ്ടുപിടിച്ചതല്ല. അപ്പൊ ഇത്തരം നുണകളൊക്കെ ഇപ്പോഴുള്ള ചരിത്ര പുസ്തകത്തിൽ നിന്ന് മാറണമെങ്കിൽ ഇത് ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ തന്നെ മുളയിലെ നുള്ളാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. ഇവിടെ ഏറ്റവും വലിയ അപകടം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അറിയാതെ തലവെച്ച് കൊടുത്തതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഭാഷാ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഈ രേഖയിലെ പല പ്രമേയങ്ങളിലും ഇംഗ്ലീഷ് ഭാഷ കംപ്ലീറ്റ് ആയിട്ട് പാഠ്യപദ്ധതിയിൽ നിന്ന് മാറ്റാൻ തക്കവിധമുള്ള ചില നിർദ്ദേശങ്ങൾ ഇതിൽ നൽകുകയാണ്. അതിന്റെ കാരണം ഒരു ലോക ആഗോള പശ്ചാത്തലത്തില് കുട്ടികള് ഇംഗ്ലീഷ് എന്ന പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയാല് അത് പല അന്ധവിശ്വാസങ്ങൾക്കും എതിരായി മാറും. ചരിത്രത്തെക്കുറിച്ച് പുതിയ ബോധങ്ങൾ കുട്ടികൾക്ക് കിട്ടും. ആ മൂല്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിനെ, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് ആവശ്യമുണ്ടോ, മലയാളം മാത്രം പോരെ, ഭാഷാ വിദ്യാഭ്യാസത്തിലെ ലിപികൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ജോർജ്, എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് 7-ാം നൂറ്റാണ്ട് തൊട്ട് അറബി ഭാഷ ഇവിടെ പഠിപ്പിച്ച് പ്രാദേശിക ഭാഷകളെ മുഴുവൻ തകർത്ത് കളഞ്ഞു. നമ്മുടെ മിഷണറിമാരാണ് പിന്നീട് മലയാളം, തമിഴ്, ഹിന്ദി മുതലായ പ്രാദേശിക ഭാഷകളെ കുഴിച്ചെടുത്ത് അതിനൊരു അസ്തിത്വം കൊടുത്തത്. ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവരുടെ സമുദായത്തിലെ, മുസ്ലിം സമുദായത്തിലെ അറബി ലെറ്റർ എഴുതാനും വായിക്കാനും ഉള്ള പഠനം നടക്കുകയും പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഇത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. തോമസ് മൂലയിൽ എന്ന് പറയുന്ന ഒരു അച്ഛനാണ് ഇതിനെതിരെ യുദ്ധം ചെയ്തത്. അത് നടപ്പിലാക്കിയെങ്കിലും ലിപി ഈ വർഷം തൊട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ലിപി പഠിപ്പിക്കുന്നില്ലേ? അപ്പോ അറബി ഭാഷയില് എഴുതാനും വായിക്കാനും അറിയുന്ന കുട്ടികൾ ഉണ്ടാവുകയും മലയാളം ഭാഷയില് എഴുതാൻ അറിയുന്ന കുട്ടികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അറബി പഠിച്ചവർ മാത്രം വളർന്നു വരികയും അല്ലാത്ത ബാക്കി സമൂഹങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാര് കണ്ടെത്തണം. വളരെ കോടതിയുടെ മുമ്പില് എത്തിക്കണം. അതിനെ വഴക്ക് മാറ്റിവെച്ച് സഭയും സമുദായവും ഇതിന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ സമയപരിമിതി മൂലം ഇടപെട്ടതാണ്. വളരെ പ്രസക്തമായ ആശയങ്ങളാണ് അങ്ങ് പങ്കുവച്ചത്. തീർച്ചയായും ഇത്തരം അധിനിവേശ ശ്രമങ്ങൾക്കെതിരെ രാജ്യം അനുശാസിക്കുന്ന നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ ഒരു പോരാട്ടം തന്നെ കാഴ്ചവെക്കണം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ടോം ഒലിക്കരോട്, ഒപ്പം തന്നെ ഡോക്ടർ കെ എം ഫ്രാൻസിസ്, രണ്ടുപേർക്കും